ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നു സംവിധായകൻ ബ്രാൻഡിവിള ദിനേശ്, നിർമ്മാതാവ് രജി ചന്തിയാട്ട്, സംവിധായകൻ ഷൈജു കൊട്ടാരക്കര. ആദ്യം ഷൈജുവിലേക്ക്. എന്താണ് ഷൈജുവിന്റെ അഭിപ്രായം? ആരാണ് യഥാർത്ഥ കുറ്റവാളി? ഇന്ന് രാവിലെ മുതൽ ഇവര് ഒരു പ്രൊപ്പഗണ്ട കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ദിലീപ് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, മഞ്ജു പറഞ്ഞ സമയം മുതലാണ് ഇതിലെ കോൺസ്പിറൻസി, അതായത് ഗൂഢാലോചന, എനിക്കെതിരെയാണ് ഗൂഢാലോചന, മഞ്ജു പറഞ്ഞപ്പോൾ മുതലാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അത് ഈ ബ്രാൻഡ് വിളയെ കൊട്ടാരക്കരെ പറഞ്ഞിട്ടൊന്നും ഒരു യോജിപ്പ് എനിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പുളിശ്ശേരി കുലുങ്ങി ചിരിക്കുന്നുണ്ട്, കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഭിഭാഷകൻ പറഞ്ഞു, മഞ്ജു മാത്രമല്ല സന്ധ്യ IPS അവരും കൂടി ചേർന്നാണ് കോൺസ്പിറസിയിൽ വന്നിരിക്കുന്നു പറഞ്ഞു. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ഇപ്പോ സജീന്ദ്രയായിട്ട് പറഞ്ഞു, മഞ്ജു വാര്യരും ഈ IPS ഉദ്യോഗസ്ഥയും ശ്രീകുമാർ മേനോനും തമ്മിൽ ചേർന്നാണ് ഈ കോൺസ്പിറസി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഈ ആരോപണത്തെ കുറിച്ച് ബ്രാൻഡിവിളയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇയാള് അവരുടെ കാശ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ചുണ്ണാമ്പ് സുഗുണൻ ഇത് ചെയ്തിട്ടില്ല തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്. രണ്ടാം പ്രതിയായി കോടതിക്ക് ബോധ്യം വന്ന് ശിക്ഷിച്ച ആളാണല്ലോ മാർട്ടിൻ. വേണ്ട. ആരാണ് യഥാർത്ഥ കുറ്റവാളി? ചന്തിയാട്ട് ആദ്യം വാവുണ്ടെന്ന് പറഞ്ഞോട്ടെ, പിന്നെ ചന്തിട്ടാട്ടി എങ്ങനെ വേണോ പറഞ്ഞോട്ടെ. മധു എന്റെ പേര് ചന്തിയാട്ടി എന്നല്ല, ചന്ദ്യാട്ട്, ചന്ദ്രകല. ഒരു മിനിറ്റ്. രണ്ടാം പ്രതിയായി കോടതിക്ക് ബോധ്യം വന്ന് ശിക്ഷിച്ച ആളാണല്ലോ മാർട്ടിൻ. തർക്കം വേണ്ട. പുളിച്ചാരി തന്റെ താനാരാടോ പുളിച്ചാരി എന്ന് കുറെ നേരം വിളിക്കുന്നുണ്ട്. അപ്പൂപ്പന്റെ അശ്ലീലം പറയരുത്. പൊതു ചർച്ചയാണ്. നിങ്ങൾ ഈ ചന്തി വിഷയം ഒഴിവാക്കൂ, കുറ്റവാളിയിലേക്ക് മടങ്ങി വരും. ഇത് കണ്ടോ? അല്ലല്ല സജീന്ദ്രൻ, നിങ്ങൾ നിർത്തൂ. ഞാനും സംസാരിക്കാൻ ഇത്ര നേരം നിങ്ങളല്ലേ കുറിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് നിർത്തൂ. രണ്ടാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ആളാണല്ലോ ഈ മാർട്ടിൻ. ദൈവദൂതനൊന്നും അല്ലല്ലോ. മറ്റൊരു കാര്യം പറഞ്ഞു, പുളിശ്ശേരിയുടെ അമ്മാവി ബ്രാൻഡിവിളെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ കൊട്ടാരക്കര പറഞ്ഞതിനോട് ഞാൻ ചെറിയൊരു യോജിപ്പ് പറയും. എന്ത് യോജിപ്പ്? ഒരു ടൈനി എവിഡൻസ് കൊടുക്കാതെ ഇവിടെ വന്ന് വാദം അടിച്ചിട്ട് ഒരു കാര്യമില്ല. ചാനലിൽ വന്ന് ഭയങ്കര തെളിവാ. കോടതി കൊണ്ട് കൊടുക്ക്. നാണം ഉണ്ടോ? നാണം. ഒരാളെ വേട്ടയാടിയിട്ട് ഇപ്പോഴും വന്നിരുന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുക. അതാണ് ഇവിടെ പുളിശ്ശേരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് കോടതിയിൽ എന്തൊക്കെയാണ് വാദിച്ചിരുന്നൊക്കെ അറിയാം. ഈ വിചാരണ കോടതി കൊണ്ട് തീരുന്നതല്ലോ, സജീന്ദ്രേട്ട, ഈ കോടതി കൊണ്ട് തീരുന്നതല്ലോ ഇതിന്റെ അന്ത്യം എന്ന് പറയുന്നത്. മേൽക്കോടതികൾ ഉണ്ടല്ലോ, ഇനിയുണ്ടല്ലോ. താങ്കൾ പറഞ്ഞു അത് വേറൊരു കാര്യമുണ്ട്. ഈ ചന്തിയാട്ടൊക്കെ ഉണ്ടല്ലോ, ക്ഷണിക്കാതെ പോയി അങ്ങനെ തെണ്ടിത്തരം മാത്രം പറയരുത്. പോലെയാണ് തെളിവുണ്ട്. ഈ പുളിശ്ശേരിയും ചന്തിയാട്ടും കൂടെ ഉണ്ടല്ലോ, ഇവര് പുളിശ്ശേരി ഉണ്ടായിരിക്കും വരണവരാണ്.